എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. സുഭാഷിതം. ദൈവത്തിൽ വിശ്വസിക്കുന്ന പലരുടെയും മനസ്സിൽ കിടക്കുന്ന ഒരു സംശയമാണ്, ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടങ്ങളും ഏതോ ശാപത്തിന്റെ പരിണിത ഫലമാകുന്നു എന്ന്. മറ്റു ചിലരുടെ സംശയം അതല്ല, ആരെങ്കിലും എന്നെ ശപിച്ചാൽ എനിക്കത് ഫലിക്കുമോ എന്നുള്ള ചിന്തയാണ്. സദൃശവാക്യം 26-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ശലോമോൻ പറഞ്ഞിരിക്കുന്നത്, കുരികിൽ പാറിപ്പോകുന്നതും മീവൽ പക്ഷി പറന്നു പോകുന്നതും പോലെ കാരണം കൂടാതെ ശാപം പറ്റുകയില്ല. ലൈക്ക് എ ഫ്ലിറ്റിംഗ് സ്പാരോ, ലൈക്ക് എ ഫ്ലൈയിങ് സ്വാലോ, സോ എ കഴ്സ് വിത്തൗട്ട് എ കോസ് ഷാൽ നോട്ട് എ ലൈറ്റ്. ഏദൻ തോട്ടത്തിൽ പാപത്തോടൊപ്പം ശാപവും ഉണ്ടായി. യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത്, നീ നിന്റെ ഭാര്യയുടെ വാക്ക് അനുസരിക്കുകയും തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നുകയും ചെയ്തതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 3:17. മനുഷ്യൻ ഏറ്റുവാങ്ങിയ ശാപത്തിന്റെ പരിഹാരത്തിനായി യേശു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ഗലാത്യർ 3:13 പൗലോസ് പറഞ്ഞിരിക്കുന്നത്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. യേശു ക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഏവരും ശപിക്കപ്പെട്ടവരല്ല, പിന്നെയോ അവരുടെ ശാപവും പാപവും യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ച് അവർ നീതിമാന്മാരായി തീരുന്നു. അങ്ങനെയുള്ളവർക്ക് കാരണം കൂടാതെയുള്ള ശാപം ഫലിക്കയില്ല. ആവർത്തന പുസ്തകം 28:15 എഴുതിയിരിക്കുന്നത്, നീ നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിച്ച് നടക്കാഞ്ഞാൽ ഈ ശാപമൊക്കെ നിനക്ക് വന്നു ഭവിക്കും. ദൈവത്തിന്റെ മക്കൾ തന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവത്തിന്റെ പ്രമാണം. ദൈവത്തെ അനുസരിക്കാതെ ജീവിക്കുന്നവർക്ക് ശാപം വന്നുകൂടായികയില്ല. പ്രിയമുള്ളവരെ, സദൃശവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ യഹോവ ഭക്തിയോടെ ജ്ഞാനത്തിലും വിവേകത്തിലും ജീവിക്കുന്നവരുടെ നേരെ ആരെങ്കിലും ശാപവാക്കുകൾ പറയുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് 6:28 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. യേശു കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരുടെയും പ്രമാണം ഇതായിരിക്കണം. മറ്റുള്ളവരെ ശപിക്കുവാനോ അവർക്ക് വിരോധമായി ശാപവാക്കുകൾ പറയുവാനോ ദൈവം നമ്മെ അനുവദിച്ചിട്ടില്ല. പത്രോസ് 3:9 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. തുടർന്ന് പറഞ്ഞിരിക്കുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാണുവാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ അധരത്തെയും അടക്കിക്കൊള്ളട്ടെ. അവൻ ദോഷം വിട്ടകന്ന ഗുണം ചെയ്യുകയും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യട്ടെ. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. ആകയാൽ വചനപ്രകാരം നമുക്ക് ജീവിക്കാം, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, ശാപത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് നീതിമാന്മാരാക്കിയതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിച്ച് ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും.
ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ.